എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. പരിസ്ഥിതി ദിന ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സഹായകരമായ ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. പ്രകൃതിയിലെ വൃക്കകൾ എന്നറിയപ്പെടുന്ന ആവാസ വ്യവസ്ഥ ഏതാണ്? ഉത്തരം തണ്ണീർത്തടങ്ങൾ. പ്ലാസ്റ്റിക് മലിനീകരണത്തെ ചെറുക്കാൻ ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ച ആഗോള സന്ദേശം എന്താണ്? ഉത്തരം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ നൽകുന്ന ഔദ്യോഗിക മുദ്ര ഏതാണ്? ഉത്തരം ഇക്കോമാർക്ക്. ലോക വന്യജീവി ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം മാർച്ച് 3. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആര്? ഉത്തരം രാജീവ് ഗാന്ധി. ദേശീയ കർഷക ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 23. കേരള ഗവൺമെൻറ് നൽകുന്ന ആദ്യത്തെ വനമിത്ര പുരസ്കാരം ലഭിച്ചതാർക്ക്? ഉത്തരം പ്രൊഫസർ ജോൺ സി ജേക്കബ്. ദേശീയോദ്യാനമില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം പഞ്ചാബ്. ഇന്ത്യയിൽ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രദേശം ഏത്? ഉത്തരം പശ്ചിമഘട്ടം. ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖം ഏത്? ഉത്തരം ഹുഗ്ലി നദീതീരത്തുള്ള കൊൽക്കത്ത തുറമുഖം. ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുമരം എവിടെയാണ്? ഉത്തരം പറമ്പിക്കുളം. സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം? ഉത്തരം തട്ടേക്കാട് പക്ഷി സങ്കേതം. നോബൽ സമ്മാനം നേടിയ ആഫ്രിക്കൻ വംശജയായ പരിസ്ഥിതി പ്രവർത്തക? ഉത്തരം വങ്കാരി മത്തായി. കണ്ടൽ ചെടികളെ പറ്റി പ്രതിപാദിച്ചിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ ഗ്രന്ഥം? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏത്? ഉത്തരം ആറളം വന്യജീവി സങ്കേതം. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ആൽബർട്ട് ഹോവാർഡ്. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഉത്തരം ഫെബ്രുവരി 2. ഐക്യരാഷ്ട്ര സഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ്? ഉത്തരം UNEP. UNEPയുടെ പൂർണ്ണരൂപം യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം. 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്താണ്? ഉത്തരം എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 2025 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക്
ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? ഉത്തരം ദക്ഷിണ കൊറിയ. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? ഉത്തരം 1986. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം ഇരവികുളം നാഷണൽ പാർക്ക്. ചിന്നാർ സംരക്ഷണ മേഖല ഏതു ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി. കേരളത്തിലെ ജൈവ ജില്ല ഏതാണ്? ഉത്തരം കാസർഗോഡ്. ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക്? ഉത്തരം തെന്മല. കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്? ഉത്തരം ഇന്ദുചൂടൻ. ലോകത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏത്? ഉത്തരം യെലോസ്റ്റോൺ നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏത്? ഉത്തരം ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം? ഉത്തരം കരിമ്പ്. ഇന്ത്യയുടെ പക്ഷിമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഡോക്ടർ സലീം അലി. മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്നത്? ഉത്തരം പെഡോളജി. യവനപ്രിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനം ഏത്? ഉത്തരം കുരുമുളക്. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ചിങ്ങം 1. ലോകത്ത് ആദ്യമായി ഭരണഘടനയിൽ പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയം കൊണ്ടുവന്ന രാഷ്ട്രം? ഉത്തരം റഷ്യ. 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്താണ്? ഉത്തരം ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി. 2026 പരിസ്ഥിതി ദിനത്തിൻ്റെ ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? ഉത്തരം അസർബൈജാൻ. പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം? ഉത്തരം നീലക്കുറിഞ്ഞി.